ഞാൻ ലെസ്ലി. ഞാൻ ലവ്ലി. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പം സദ്യയ്ക്കൊക്കെ കിട്ടുന്ന തരത്തിലൊരു ക്യാബേജ് തോരനാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ സദ്യക്കൊക്കെ ക്യാബേജ് തോരൻ കിട്ടുമ്പോൾ നല്ലൊരു ഡ്രൈ ആയിട്ടിരിക്കുന്നത്, കുഴഞ്ഞല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ നല്ലൊരു ക്യാബേജ് തോരനാണ് ഞങ്ങളിന്ന് തയ്യാറാക്കുന്നത്. ക്യാബേജിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട്. 500 ഗ്രാം ക്യാബേജാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് കനം കുറച്ച് നമുക്ക് അരിഞ്ഞെടുക്കണം. ഇത് കുറേ സമയം നമ്മൾ ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ച ശേഷം നന്നായി കഴുകിയെടുത്താണ്. ഇനി അതില്ലെങ്കിൽ അരിഞ്ഞ ശേഷം ഉപ്പ് കൂടി ഇട്ട് കുറച്ച് സമയം എടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്താലും മതി, അല്ലെങ്കിൽ അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്താലും മതി. ഏതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്താൽ ഇനി നമുക്കത് കനം കുറച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ സാധാരണയായിട്ട് നടുക്കൊരു കട്ടിയുള്ളൊരു ഭാഗമുണ്ട്, ആ ഭാഗത്ത് ഒരുപാട് വെള്ളം നിൽക്കും. അപ്പം ആ ഭാഗം കട്ട് ചെയ്തിട്ട് ശേഷം വേണമെങ്കിലും നമുക്ക് നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇനിയിപ്പോൾ ആ കനം കട്ടിയുള്ള ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ അതെടുക്കാം. അതിന് ജലാംശം കൂടുതലാണ്. അപ്പോൾ തോരനൊക്കെ വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അല്പം ഒന്ന് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതങ്ങ് ചെത്തി കളഞ്ഞ ശേഷം തോരൻ വെക്കുവാണെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഏത് രീതി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ക്യാബേജ് നമ്മൾ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സവോള അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ 2-3 പച്ചമുളകും നമുക്ക് സവോള ഒന്ന് അരിഞ്ഞെടുക്കാം. ഈ ക്യാബേജ് തോരൻ വെക്കുമ്പോൾ ഒരല്പം ഒരു 1-2 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ക്യാബേജ് തോരന്. അതുകൂടി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളി 2 ചെറിയ അല്ലി മതി. ഒരുപാട് ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ വെളുത്തുള്ളിയുടെ പെട്ടെന്ന് മുന്നോട്ട് നിൽക്കുക. അതുകൊണ്ട് 2 ചെറിയ അല്ലി വെളുത്തുള്ളി മതി. നമുക്കതും കൂടി അരിഞ്ഞെടുക്കാം. അപ്പം നമ്മൾ സാധനങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് തോരൻ തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരല്പം കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു 1-2 അല്ലി വെളുത്തുള്ളി, അതുപോലെ 4-5 പച്ചമുളകും ഒരു മീഡിയം സൈസ് സവോളയും കൊത്തി അരിഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പിലയും കൂടിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ടുണ്ട്. പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാബേജ് ചേർത്ത് നമ്മൾ കാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം നല്ലൊരു കളർഫുൾ ആകണ്ടേ, അതിൻ്റെ അല്പം ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി ഒന്ന് ആവി കയറുന്നത് ഇളക്കി കൊടുത്താൽ മതി. മൂടി വെക്കേണ്ട ആവശ്യമില്ല. മൂടി വെച്ചാൽ നമുക്ക് ആ കാബേജിലുള്ള വെള്ളം ഒന്നുകൂടി ഇറങ്ങുള്ളൂ. അപ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടിയല്ല. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ആവി കയറുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇത് നമ്മൾ തോരങ്കറി വെക്കുമ്പോൾ സാധാരണ വെള്ളം ചേർക്കാതെ വെക്കുന്ന തോരങ്കറിക്കാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ ഇതിവിടെ ക്യാബേജിന് വെള്ളം ഒട്ടും ചേർക്കുന്നില്ല, വെള്ളം ചേർക്കാതെ തന്നെ നമ്മളത് തോരൻ വെക്കുക. ഇനിയിപ്പോൾ ആ തണ്ടോടുകൂടിയാണ് നമ്മൾ അരിഞ്ഞ് വെക്കുന്നതെങ്കിൽ അതിനകത്ത് ജലാംശം ഉണ്ടാവും. അതുകൊണ്ട് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ടി വരികയില്ല. പിന്നെ ചെറു തീയിലിട്ടിട്ട് വേണം നമ്മളത് ഇളക്കി കൊടുത്ത് അടിയിലൊന്നും പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ വേണം നമ്മളത് വെന്ത് ഡ്രൈ ആക്കി എടുക്കാൻ. ചിലർ പക്ഷേ മഞ്ഞൾപ്പൊടി ഒന്നും ഇടുകയില്ല കേട്ടോ. ചിലർക്ക് മഞ്ഞൾപ്പൊടി ഇടുന്ന ഇഷ്ടമില്ല, ചിലർക്ക് വെളുത്ത കളറാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടണ്ട. പിന്നെ ഒരു കളർ ചേഞ്ചിന് വേണ്ടിയാണ് നമ്മൾ മഞ്ഞൾപ്പൊടി. പിന്നെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മഞ്ഞളിട്ട് കഴിയുമ്പോൾ അതങ്ങ് മാറിക്കിട്ടും. അപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് വാട്ടിയെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ തേങ്ങ ഇവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ആ തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി നമ്മൾ നന്നായിട്ട് വേവിച്ച് ഡ്രൈ ആക്കി എടുക്കാം. തേങ്ങ ഒരുപാട് നേരം നമ്മൾ ക്യാബേജിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കണം. തേങ്ങ മുന്നോട്ട് നിൽക്കരുത്. ക്യാബേജ് തേങ്ങ കൂടിപ്പോയാൽ പിന്നെ തേങ്ങാത്തോരനായി പോകും. അതുകൊണ്ട് തേങ്ങയൊക്കെ നമ്മൾ ഇട്ട് നോക്കി ഇളക്കി കൊടുത്ത ശേഷം കുറവുണ്ടെങ്കിൽ വീണ്ടും ഒരു അല്പവും കൂടെ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ആ സമയത്ത് ഉപ്പൊക്കെ ഇല്ലെങ്കിൽ ഉപ്പൊക്കെ നോക്കി വെച്ച് ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള തേങ്ങയെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് ചെറിയ തീയിലിട്ടുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വെള്ളമൊക്കെ നമ്മൾ തുറന്ന് വെച്ച് ഇളക്കി കൊടുക്കുന്നതുകൊണ്ട് നന്നായിട്ട് അതിനകത്ത് വെള്ളമൊക്കെ പറ്റി നല്ലപോലെ ഡ്രൈ ആയി കിട്ടും. ചിലർ തേങ്ങയൊക്കെ ഒതുക്കിയിട്ട് ഇടും കേട്ടോ. തേങ്ങയൊന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയിട്ടൊക്കെ ഒതുക്കി ഇടുന്നവരൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ എളുപ്പമാണല്ലോ നോക്കുന്നത്, എല്ലാവർക്കും പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കി തീർക്കാമെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പം വളരെ ലളിതമായിട്ട് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ക്യാബേജ് തോരനാണ്. ചിലരൊക്കെ കുറച്ച് സമയം തേങ്ങയും ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് ഒരു 10 മിനിറ്റൊക്കെ തിരുമ്മി വെക്കും. അതിന് ശേഷമാണ് ചിലരൊക്കെ തോരനാക്കി എടുക്കുന്നത്. അപ്പോൾ ആ സമയമൊക്കെ കൊണ്ട് നമുക്കിവിടെ വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കി എടുക്കാമെന്നുള്ളതിന് ഏറ്റവും ലളിതമായ രീതിയിൽ നമുക്ക് ഈ തോരൻ ഉണ്ടാക്കിയെടുക്കാവുന്ന. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
നമുക്ക് പുറത്തൊക്കെ ഒന്ന് ഔട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് ഭക്ഷണമൊക്കെ കൈ കരുതണമെങ്കിൽ ഇപ്പോൾ അല്പം ഒരു ക്യാബേജൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ആ ക്യാബേജ് തോരനൊക്കെ നമുക്ക് ഇതേ രീതി തയ്യാറാക്കി ചോറിനൊക്കെ കൂട്ടാൻ കൊണ്ടുപോകാം. ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടച്ചൊന്നും വെക്കാതെ തുറന്ന് വെച്ച് തന്നെ ചെറു തീയിൽ നമ്മൾ നന്നായിട്ട് ഇളക്കി നമ്മളത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എല്ലാം നന്നായി വെന്ത് നല്ല ഡ്രൈ നമ്മൾ സദ്യക്കൊക്കെ കിട്ടുന്ന പോലെ തന്നെയുള്ള ക്യാബേജ് വരെ നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം നമുക്ക് സെർവിംഗ് ബോളിലേക്ക് മാറ്റാം. ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ കൂട്ടാൻ വേണ്ടി നല്ലൊരു തോരൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടിപൊളി സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.